iPlus Training Solutionന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് എക്സാമിനായി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് അറിയാം. ഓഗസ്റ്റ് മാസമാണ്, ഈ മാസം തന്നെയാണ് എക്സാം. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, എന്താണ് കേരള അവാർഡ്സ് 2024? 2021 കേരള അവാർഡ്സ് അനൗൺസ് ചെയ്ത് തുടങ്ങിയത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 2021. 22 മുതൽ എല്ലാ വർഷവും നവംബർ 1-ാം തീയതി, അതായത് കേരള പിറവി ദിവസം, കേരള അവാർഡ് പ്രഖ്യാപിക്കും. എന്താണ് കേരള അവാർഡ്, ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. കേരള അവാർഡ്സ് is a state level civilian award by the government of Kerala. Government of Kerala നൽകുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സിവിലിയൻ അവാർഡാണ് കേരള അവാർഡ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2021. എല്ലാ വർഷവും നവംബർ 1-ാം തീയതി, കേരള പിറവി ദിവസമാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത്. അതേപോലെ 2022 ആദ്യമായിട്ട് ഈ ഒരു കേരള അവാർഡ് പ്രഖ്യാപിച്ചു തുടങ്ങിയത്. 3 കാറ്റഗറി ആയിട്ടാണ് കേരള അവാർഡ് ഉള്ളത്. നമുക്കറിയാം പത്മ അവാർഡ്സ് 3 കാറ്റഗറി ആണെന്ന് നമുക്കറിയാം. അതേപോലെയാണ് കേരള അവാർഡുകളും 3 കാറ്റഗറിയാണ്. ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. കേരള ജ്യോതിയാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് സിവിലിയൻ അവാർഡ്. അതേപോലെ രണ്ടാമതായിട്ട് കേരള പ്രഭ ഉണ്ട്. മൂന്നാമതായിട്ട് കേരള ശ്രീ അവാർഡുകളാണ് ഉള്ളത്. ആർക്കൊക്കെയാണ് 2024 ഈ ഒരു അവാർഡുകൾ ലഭിച്ചതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കേരള ജ്യോതി അവാർഡ് ഹയസ്റ്റ് അവാർഡാണ്, ഹയസ്റ്റ് സിവിലിയൻ സ്റ്റേറ്റ് ലെവൽ അവാർഡാണ് കേരള ജ്യോതി അവാർഡ്. 2024 ആ ഒരു അവാർഡ് ലഭിച്ചത് MK സാനുവിനാണ്. നമുക്കറിയാം ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി, 2025 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് MK സാനു മരിച്ചത്, അതായത് നിര്യാതനായത്. 2024 കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനാണ്, പ്രൊഫസർ MK സാനുവിനാണ്. 2023 ലഭിച്ചത് T പത്മനാഭനാണ്. അതേപോലെ 2022 ആദ്യമായി കേരളത്തിലെ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. 2022 ആദ്യമായി കേരള അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതിയായ കേരള ജ്യോതി അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. 2024 ആർക്കാണ് ലഭിച്ചത്? പ്രൊഫസർ MK സാനുവിനാണ്. ഓക്കെ, അടുത്ത നോക്കാം. കേരള പ്രഭ അവാർഡ് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. എന്ത്? കേരള പ്രഭ അവാർഡ്. കേരള പ്രഭ അവാർഡ് 2 പേർക്കാണ് ലഭിച്ചത്. 2024 2 പേർക്കാണ് ലഭിച്ചത്. S സോമനാഥൻ ISROയുടെ ചെയർമാൻ ആയിരുന്നു. അതേപോലെ എയ്റോസ്പേസ് എഞ്ചിനീയറുമായ S സോമനാഥനാണ് കേരള പ്രഭ അവാർഡ് ലഭിച്ചത്. അതേപോലെ കാർഷിക മേഖലയിൽ വിപ്ലവം കുറിച്ച P ഭുവനേശ്വരിക്കാണ് 2ാമത്തെ അവാർഡ് ലഭിച്ചത്. P ഭുവനേശ്വരിയാണ്. നോക്കുക, കേരള പ്രഭ അവാർഡ് ലഭിച്ച 2 മഹത് വ്യക്തികൾ. അതേപോലെ കേരള ശ്രീ അവാർഡ് ലഭിച്ചവർ 6 പേരാണ്. 2024 കേരള ശ്രീ അവാർഡ് ലഭിച്ചത് 6 പേർക്കാണ്. നോക്കാം. കലാമണ്ഡലം വിമല മേനോൻ, മോഹിനിയാട്ടം കലാകാരിയാണ്. കലാമണ്ഡലം വിമല മേനോൻ പ്രശസ്ത സിനിമാ നടിയായ ബിന്ദുജ മേനോന്റെ മാതാവും കൂടിയാണ്. ഡോക്ടർ TK ജയകുമാർ, മെഡിക്കൽ ഫീൽഡിൽ പ്രാവീണ്യം തെളിയിച്ച മഹത് വ്യക്തിയാണ് T ജയകുമാർ. അതേപോലെ മൂന്നാമതായിട്ട് നാരായണ ഭട്ടതിരി, കാലിഗ്രഫി ആർട്ടിസ്റ്റായ നാരായണ ഭട്ടതിരിയാണ് കേരള ശ്രീ വാങ്ങിച്ച മറ്റൊരാൾ. അതേപോലെ സഞ്ജു സാംസൺ, നമ്മുടെ ക്രിക്കറ്ററായ സഞ്ജു സാംസൺ. പിന്നീട് ഷൈജ ബേബി, സോഷ്യൽ സർവീസ് രംഗത്ത് ഉള്ള ഷൈജ ബേബി. അതേപോലെ VK മാത്യൂസ്, വാണിജ്യ മേഖലയിൽ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് മേഖലയിൽ ഉള്ള VK മാത്യൂസ് ആണ് 6ാമത്തെ വ്യക്തി. അപ്പോൾ ഒന്നും കൂടി ഓർത്തു നോക്കുക, ആരൊക്കെയാണ് കേരള ശ്രീ അവാർഡ്, കേരള ജ്യോതി അവാർഡ്, കേരള പ്രഭ അവാർഡ് മേടിച്ച ആളുകൾ ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു.